ഓഫീസിലെത്തിയ സമയത്ത് ഞാനും അർജുനും താഴെ രാജേറിൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുന്നു. ഞങ്ങൾ 7:55 രാവിലെ ഇവിടെ എത്തിയിരുന്നു. ഞാൻ അർജുനും ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തും കൂടിയായ വിബീഷ്, അദ്ദേഹം കേരള വിഷൻ ഡ്രൈവറാണ്. അപ്പോൾ നമ്മൾ കേരള വിഷനും കോഴിക്കോട് വിഷനും ഒരു ഫ്ലോറിൽ തന്നെയാണ്, മേലെയും താഴെയാണ്. അപ്പോൾ അദ്ദേഹം കാറെടുത്ത് എങ്ങോട്ടോ പോകാനുള്ള വാർത്തെടുക്കാനുള്ള യാത്രയിൽ ആ പോകുന്ന സമയത്ത് തിരക്ക് ചോദിച്ചു, രാജേഷ് ഭായ് നാട്ടിലെ നമ്മളെ ഈ നാട്ടുചന്ത ഉദ്ഘാടനം അറിയാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ നരയിലെത്തി. രാജേഷ് ഭായ് എന്താണ് തല ഇതുവരെ നരയ്ക്കാത്തത്? ഞാൻ പറഞ്ഞാൽ ചെവിയുടെ സൈഡിൽ ചെറിയൊരു നരയുണ്ട്. അപ്പോൾ നിനക്കെന്താ ഇങ്ങനെ നരച്ചു പോയത്? 38 വയസ്സല്ലേ ആയിട്ടുള്ളൂ. രാജേഷ് ഏട്ടാ, ഇത് പാരമ്പര്യമാണോ എന്നറിയില്ല, പക്ഷേ +2 പഠിക്കുന്ന പിള്ളേർക്ക് വരെ നരയുണ്ട്. ഞാനിപ്പോൾ ഓരോ സ്കൂളിൻ്റെ മുമ്പിലൊക്കെ പോകുന്ന സമയത്ത് കാണാറുണ്ട്, +2 പഠിക്കുന്ന പയ്യന്മാർക്ക് വരെ നരയുണ്ട്. അതിൽ ആശ്വാസം കണ്ടെത്തുകയെന്ന് പറഞ്ഞത്. ഇത് കേട്ടിട്ട് അർജുൻ ചിരിക്കുകയാണ്. കാരണം ഒരു നര പോലും അർജുനും വന്നിട്ടില്ല, ചെറിയ പ്രായമാണ്. അപ്പം നരയിലൊക്കെ ഇതൊക്കെ പറഞ്ഞു വന്നത്, നാടിൻ്റെ ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് നമുക്ക് എത്താനുള്ള കാര്യം ഒരു വാർത്തയിലേക്ക് തന്നെയാണ്. അപ്പം നാടിൻ്റെ ഒരു സൗന്ദര്യം, നാടിൻ്റെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു കൂട്ടിപ്പിടുത്തം, ചേർത്തുപിടുത്തം, ഇതൊക്കെ നടക്കുന്ന സമയത്ത് നാട്ടിൽ കല്യാണങ്ങൾ നടക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഗാനമേളയിൽ പങ്കെടുക്കാറുണ്ട്, പാടാറുണ്ട് അവരുടെ കൂടെ. പിന്നെ എല്ലാ പരിപാടിക്കും. പക്ഷേ അതിര് കവിഞ്ഞ ചില ആഘോഷങ്ങൾ കൂടി പറയാതെ വയ്യ. അപ്പം കല്യാണം എന്ന് പറയുന്നത്, ഒരു സുഹൃത്തിൻ്റെ കല്യാണം വരുന്ന സമയത്ത് അത് എങ്ങനെ അലങ്കോലപ്പെടുത്താം, അല്ലെങ്കിൽ നാട്ടുകാർക്ക് എങ്ങനെ ബുദ്ധിമുട്ടിയെന്ന് ഗവേഷണം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അതിന് റിവെഞ്ചിൻ്റെ ഒക്കെ ചില സ്വഭാവം ഉണ്ടാവും. എൻ്റെ കല്യാണത്തിന് അവൻ കളിച്ചു, അതുകൊണ്ട് അവൻ്റെ കല്യാണത്തിന് ഞാൻ വിടില്ല. പക്ഷേ ഈ വിഷയം അതല്ല. കോഴിക്കോട് നാദാപുരത്ത് റോഡിൽ വർണ്ണപ്പുക പടർത്തി യുവാക്കളുടെ അഭ്യാസ വാഹനയാത്രയാണ്. അതാണ് വാർത്ത. വിവാഹം നടക്കുകയാണ്. അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി നാദാപുരം ആവോലത്ത് മുതൽ പാറക്കട് വരെ 5 കിലോമീറ്റർ ദൂരത്തിലാണ് യുവാക്കൾ അപകടയാത്ര നടത്തിയത്. നിങ്ങൾ നോക്കൂ, അവരെ കാർന്ന് വരുന്ന ആ കളറൊക്കെ നോക്കൂ, ഹോളിയൊക്കെ പുറകിൽ നിൽക്കണം കേട്ടോ. അപ്പം വിവാഹ സംഘത്തോടൊപ്പം സഞ്ചരിച്ച ഇവർ അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയായിരുന്നു. മറ്റു വാഹനങ്ങൾ സൈഡ് നൽകാതെ പുക പടർത്തി 3 കാറുകളെ. അർജുന, ദൃശ്യങ്ങളൊന്ന് ഫുൾ സ്ക്രീൻ ഒന്ന് കാണിക്കാൻ പറ്റുമോ? എന്നെ ഫ്രെയിം കട്ട് ചെയ്തിട്ട് ഒന്ന് ഫുൾ സ്ക്രീൻ. യെസ്. അപ്പം നാദാപുരം ആവോലത്ത് മുതൽ പാറക്കട് വരെ 5 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു അപകടയാത്ര. ഇവരുടെ വാഹനത്തിന് പിന്നിലുണ്ടായിരുന്ന 40ഓളം വാഹനങ്ങളെ കടത്തിവിടാതെയാണ് യുവാക്കളുടെ ഈ അഭ്യാസ പ്രകടനം നടന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെയാണ്? കമ്പിത്തിരി, മത്താപ്പ്, ഒപ്പം തന്നെ വർണ്ണപ്പുകകൾ, കളർപ്പുക കാർന്ന് പുറത്തുവിട്ടത് മറ്റ് യാത്രക്കാരെ അസ്വസ്ഥത ഉണ്ടാക്കി കേട്ടോ. പുറകിൽ വരുന്ന ആളുകൾക്ക്, പുറകിലെ വാഹനത്തിലുള്ളവരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. അപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടി ഉണ്ടാകുമെന്ന് വടകര RTO ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെയൊരു പോക്ക് പോയി കഴിഞ്ഞാൽ, ഇതിപ്പം എത്ര കിലോമീറ്റർ, 5 കിലോമീറ്ററോ മറ്റാണ് ഇങ്ങനെ ഈ മറ്റുള്ള യാത്രക്കാരെയും വാഹനങ്ങളെ കാഴ്ച മറിച്ചുകൊണ്ട് 40ഓളം വാഹനങ്ങളാണ് ഇവരെ പുറകിൽ ഒരു ഗതിയും കിട്ടാതെ. കണ്ണ് കാണണ്ടേ? ഒന്ന് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ അവരെ പോക്ക് നോക്കൂ. അപ്പം ഇത് ശുദ്ധ തോന്നിയാസം തന്നെയാണ്. കാരണം നിങ്ങൾ നോക്കൂ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ. എത്ര ബുദ്ധിമുട്ടാണ് മറ്റുള്ള ആൾ. എന്ത് പുകയാണ് അതിൽ നിന്ന് വരുന്നത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ചായങ്ങളൊക്കെ, ഈ ചായത്തിൻ്റെ പൊടിയൊക്കെ വാരി വിതർന്നതും കത്തിക്കുന്നതെല്ലാം കൂടി ചേർന്നിട്ട് മറ്റ് ഏതാണ്ട് 10-40 വാഹനം ഇവരെ പുറകിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അത് വടകര RTO ഉദ്യോഗസ്ഥരെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. ആ വാഹനത്തിൻ്റെ നമ്പർ അവരുടെ കയ്യിലുണ്ട്. എന്തായാലും ഇന്ന് ഇവരെ വാഹനമൊക്കെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യത കൂടിയുണ്ട്.